ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം ആചരിക്കുന്നു. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയുമാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം. ഒരു വ്യക്തിയുടെ സമ്മതത്തോടെ അവയവങ്ങൾ നിയമപരമായി നീക്കം ചെയ്ത് മറ്റൊരാൾക്ക് മാറ്റിവെക്കാൻ അനുവദിക്കുന്ന പ്രക്രിയയാണ് അവയവദാനം. ആൻസറിംഗ് ദ കോൾ എന്നതാണ് 2025 ലോക അവയവദാന ദിനത്തിന്റെ പ്രമേയം. അവയവദാതാവാകാൻ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്കകൾ, പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവയവദാനത്തിലൂടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവയവദാനത്തിനായി സമ്മതപത്രത്തിൽ ഒപ്പുവെക്കാവുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ 18 മുതൽ 55 വയസ്സ് ഉള്ളവർക്ക് വരെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അർബുദം, HIV, പ്രമേഹം, വൃക്കരോഗം അല്ലെങ്കിൽ ഹൃദ്രോഗം എന്നിങ്ങനെ രോഗങ്ങളുള്ളവർക്ക് അവയവദാനം നടത്താനാകില്ല. 2 തരത്തിലുള്ള അവയവദാനമുണ്ട്. ഒന്നാമത്തേത് ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തന്റെ ശരീരത്തിലെ അവയവം ദാനം ചെയ്യുന്നതാണ്. ഇത് പൊതുവെ വൃക്കയോ കരളോ ആണ് ദാനം ചെയ്യുക. രണ്ടാമത്തേത് മരിച്ചതിന് ശേഷം അവയവദാതാവിന്റെ ശരീരത്തിലെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവയവങ്ങൾ ദാനം ചെയ്യുന്നതാണ്. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നോട്ടോ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിന് കീഴിലുള്ള സ്ഥാപനമാണ്. ഇന്ത്യയിലുടനീളമുള്ള അവയവദാന അവയവമാറ്റ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതിനുമായുള്ള സംഘടനയാണ് നോട്ടോ. അവയവദാനം ഒരു പുണ്യപ്രവൃത്തിയാണ്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇത്. അവയവദാനത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാവുക.